Finally, I welcome my dear friends who, with their wonderful performance, add beauty to this event. Once again, welcome and let's make the most out of this occasion. Assalamu alaikum wa rahmatullahi wa barakatuh. Walaikum assalam wa rahmatullahi wa barakatuh. MashaAllah. Barakallah. Next, inaugural address, Raheen sir. Rain sir അല്ലേ ലൈനിൽ? നമുക്ക് പ്രോഗ്രാമിലേക്ക് കയറാം. റൈൻ സാർ വരുമ്പോ സംസാരിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഇതില് കുറെ കൂട്ടുകാരിട്ടുണ്ട്. നമുക്ക് കുറെ പിന്നെ വീഡിയോസും അവരെ കഴിവുകളൊക്കെ കുറെ അയച്ചിട്ടുണ്ട്, വരച്ചിട്ടും അതൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടാവൂലേ? അതേപോലെ അറബിക് ഡേന്റെ ചെയ്തത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്നെ വിളിക്കുന്നത് ഫസ്റ്റ് ആരതാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഒയിനത്തു തർഹീബ കേൾക്കാം. ഒയിനത്തു തർഹീബ. സൗണ്ട് കേൾക്കണില്ല. വൺ മിനിറ്റ്. ഇത് ആരതാന്നും കൂടി പറഞ്ഞുതരാം. തേർഡ് എയിലെ ഫല്ല എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ഒയിനത്തു തർഹീബ എന്നാണ് കേട്ടോ. ഒയിനത്തു തർഹീബ എന്താന്നുള്ളത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള പറയാം. ഓക്കെ ടീച്ചറെ, നമുക്ക് ഇത് ഷെയർ ചെയ്യണ സമയത്ത് നമ്മള് അതിന്റെ സൗണ്ട് കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ മ്യൂസിക് ഓൾസോ. അതുകൂടി സെലക്ട് ചെയ്താലേ കുട്ടികൾ പറയുന്നതിന്റെ വീഡിയോയില് സൗണ്ട് വരുള്ളൂ. നമുക്ക് റഹീൻ സാറും വന്നിട്ടുണ്ട്, ഉമർ ഫൈസി സാറും എത്തിയിട്ടില്ലേ? വന്നോ? ഉമർ ഫൈസി സാറ് ഉസ്താദ് എത്തിയിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, നടത്തുന്നോ? ഉസ്താദ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനാഗുറേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, എന്നാ സുബീൻ സാർ അതൊന്ന്. ഫൈസി സാറ് ഉസ്താദ് ഓക്കെ ആണോ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ തിരക്കിലാണ്. നമ്മള് 45 അല്ലേ പറഞ്ഞേ? ഓക്കെ. എന്നാ വെയിറ്റ് ചെയ്യാം. കുട്ടികളുടെ പ്രോഗ്രാം നടന്നോട്ടെ. സാറ് റെഡി ആവുമ്പോ പറഞ്ഞാൽ മതി. ഞാൻ വർക്കിലാണ് കേട്ടോ. 45ന്റെ ശരി. ഓക്കെ, ഷുവർ. ഓക്കെ, എന്നാ ടീച്ചറെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കട്ടെ. Assalamualaikum warahmatullahi wabarakatuh. My name is Falla. I am studying 3rd standard. Falla. هيا هيا يا أحبابي أهلا سهلا يا إخواني هيا هيا نلعب نجري هيا هيا يا أحبابي
ടീച്ചറെ ഒന്ന് പോസ് ചെയ്യോ, ഒന്ന് പോസ് ചെയ്യോ. يا أحبابي أهلا. ഹലോ, ഒന്ന് പോസ് ചെയ്യാം. അതില് നിങ്ങളെ ഷെയർ ചെയ്യുമ്പോ വീഡിയോ കാണുന്നില്ല. ഇപ്പൊ നിങ്ങളെ വിൻഡോ കാണുന്നത് ഈ ഫയലാണ്. വീഡിയോ വരണം. 1 മിനിറ്റ് വീഡിയോയില് ഷെയർ. ഞങ്ങക്ക് കാണില്ല. അതില് ഷെയർ ചെയ്യുന്ന വിൻഡോ, നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന ആ വിൻഡോ ആണ് ഷെയർ ചെയ്യേണ്ടത്. റെഡി അല്ലേ? പ്ലേ ചെയ്ത് നോട്ടെ. നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. Assalamualaikum warahmatullahi wabarakatuh. My name is Falla. I am studying വിൻഡോ പ്ലേ ചെയ്യുന്ന വിൻഡോ എടുക്കും. പ്ലേ ചെയ്യുന്ന വിൻഡോ ആണ്. അല്ല, വിൻഡോ അത് ഓപ്പൺ ആയോ? പക്ഷെ ഓപ്പൺ ആവാൻ വരുന്നില്ല, സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇതില് സ്ക്രീനിൽ വരുന്നുണ്ട്, പക്ഷെ ഇതില് ഷെയർ ആവുന്നില്ല. ഒന്ന് നോക്കട്ടെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഷെയർ ചെയ്യുന്ന വിൻഡോ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന വിൻഡോ ആയിരിക്കണം. ആരും ഇതിൽ കളിക്കരുതേ സ്ക്രീനില്. Assalamualaikum warahmatullahi wabarakatuh. My name is Falla. I am studying 3rd standard. Hayya hayya ya ahbabi ahlan sahlan ya ikhwani hayya hayya nal'ab nazri. അതില്ലേ, ഇതില് വരുന്നുണ്ട്, ഷെയർ ആവുന്നില്ല. എന്താ അറിയില്ല. ഞാന് സ്ക്രീനിൽ കളിക്കല്ലേ മക്കളെ. ഷെയർ ചെയ്യുമ്പോൾ ഇതില് വരുന്നത് ഷെയർ ആവുന്നില്ല. ലാപ്പിൽ ഷെയർ കണക്ട് ആവുന്നില്ല. ഹയ്യ ഇവിടെ ഉണ്ടോ? പല്ലയോ? ഫെല്ല ഉണ്ടോ? ഫെല്ലക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുമെങ്കിൽ പറയാം. അത് ഫെല്ലക്ക് പാടാൻ പറ്റുമോ? പാടിക്കോ. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. هيا هيا يا أحبابي أهلا سهلا يا إخواني الله وبركاته. السلام عليكم ورحمة الله وبركاته. My name is Falla. I am studying 3rd standard. هيا هيا يا أحبابي أهلا سهلا يا إخواني هيا هيا نلعب نزري هيا هيا يا أحبابي هيا هيا يا أحبابي أهلا سهلا يا إخواني هيا هيا نلعب نزري هيا هيا يا أحبابي. Thank you. ഓക്കെ, മാഷാഅല്ലാ, അഹ്സൻതി, ബാറക്കല്ലാ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഫെല്ലക്ക് മിസ്സിന്റെ വക ഒരു ചെറിയൊരു സ്റ്റാർ കേട്ടോ. കിട്ടിയോ ഫെല്ല? ഫെല്ല സ്റ്റാർ കിട്ടിയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് റൈഹ അജ്മൽ, സെക്കൻഡ് ബി. അതിനു മുമ്പ് ഒരു 1 മിനിറ്റ്. പിന്നെ ഒയിനത്ത് തർഹീബ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിനോ? എന്താണ് ഫെല്ല പാടിയത് എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിനോ? അയ്യാ, വെൽക്കം സോങ്. അത് ആരാണ് പറഞ്ഞത്? ഓക്കെ, എന്റെ പേര് കുൽസനും മിസ്സിന്റെ ഒരു സ്റ്റാർ. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവാം. ഇനി സെക്കൻഡ് ബിയിലെ റൈഹ അജ്മലിന്റെ ഷജറത്തുൽ ഹുറൂഫ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
കണ്ടോ എല്ലാരും? Yes. ഷജറത്തുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ട്രീ അല്ലേ? ഷജറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? Tree. ഷജറത്ത് തന്നെ ട്രീ അല്ലേ? ഓക്കെ. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ ഹറഫ് ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? Letters. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? ഓക്കെ. ഇനി ഇനി റൈഹ അജ്മലിന്റെ തന്നെ കിതാബത്തുൽ അറബിയ, അതും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കണേ. കണ്ടോ? സെക്കൻഡ് ബിയിലെ റൈഹ എഴുതിയത് കണ്ടോ? ഇത് ഏതാ സൂറത്ത്? നിങ്ങൾക്ക് ആർക്കും കണ്ടില്ല? സ്ക്രീൻ കണ്ടില്ല? ഇപ്പൊ വരും. കണ്ടോ? സൂറത്തുൽ സൽസല. അതാരാണ് പറഞ്ഞത്? അയാൻ യാസിർ. യാസിർ. ഓക്കെ, അപ്പം റൈഹ യാസിറിൽ ഉള്ള സ്റ്റാർ. ഓക്കെ, ഇഷ്ടായില്ലേ? ഹലോ, സാർ വന്നോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. മസാഉൽ ഖൈർ ലിൽ ജമീഅ. മസാഉൽ ഖൈർ. كيف حالكم؟ الحمد لله. الله بارك الله فيكم جميعا. هل صليتم صلاة المغرب اليوم؟ Yes. ആരെ മൈക്കാണ് ഓൺ ആയിട്ടുള്ളത്? ഒന്ന് മ്യൂട്ട് ചെയ്യണം. Sir, ചെറുതായിട്ട് stuck ആണ്. ശരി, ആ ഒരു കോള് വരുന്നുണ്ട്, അതാണ്. Okay. അപ്പൊ മക്കളെ, ഞാന് ജസ്റ്റ് ഇന്ന് കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ വരാൻ പറ്റാഞ്ഞ്. നമ്മൾ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലാണുള്ളത്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമുകളൊക്കെ ചെയ്തത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അറബി ഭാഷ നമ്മളെല്ലാവരും പഠിക്കേണ്ടവരാണ്, ഇതിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും. അപ്പൊ അതിന്റെ ഗൗരവമൊക്കെ എല്ലാവരും മനസ്സിലാക്കി നന്നായിട്ട് അറബി ഭാഷ പഠിക്കാൻ താല്പര്യം കാണിക്കണം, പഠിച്ച് മുന്നേറണം എന്ന് മാത്രം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും പരിപാടി നടക്കട്ടെ. ഞാൻ കഴിയാണെങ്കിൽ അവസാനത്തിൽ കയറണ്ട്, എനിക്കൊരു കോള് വരുന്നുണ്ട്, അർജന്റ് കോളാണ്. ഇൻഷാ അല്ലാഹ്. ശരി, എന്നാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, നെക്സ്റ്റ് ഫോർത്തിലെ അസ്സന്റെ സനഉൽ മുൽസഖാത്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കാണുന്നില്ല മിസ്. വരും കേട്ടോ.
കണ്ടോ കണ്ടോ? Yes. എന്താണ്? ഓക്കെ. സനഉൽ മുൽസഖാത്ത് എന്ന് പറഞ്ഞ അപ്പൊ എന്താണ്? ആരാ സ്ക്രീനിൽ തൊടുന്നേ? Miss. Poster. Alphabet book ആണ്. Arabic book ആണ്. പോസ്റ്റർ. book. ആരാണ്? പോസ്റ്റർ എന്ന് പറഞ്ഞ ആളാരാണ്? ആരാണ്? സൗണ്ടിൽ പറ. ഓക്കെ. അപ്പം അസക്ക് പോസ്റ്റർ ഉണ്ടാക്കിയതിന് ഒരു സ്റ്റാർ കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് റസ്ലാൻ. 6th പഠിക്കുന്ന റസ്ലാനും സനഉൽ മുൽസഖാത്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നോക്കിയാണ് എല്ലാരും റസ്ലാൻ ഉണ്ടാക്കി. ആരാണ് വരഞ്ഞിട്ടിരിക്കുന്നേ? സ്ക്രീനിൽ തൊട്ട് കളിക്കാൻ ആര് പാടില്ലേ? കണ്ടോ? 6th പഠിക്കുന്ന റസ്ലാൻ ഉണ്ടാക്കിയത് കണ്ടോ? നിങ്ങളൊന്ന് zoom ചെയ്യാം. ഓക്കെ. സൂപ്പർ അല്ലേ? ഇതോ? ഇത് നമ്മുടെ ഫോണിൽ ചെയ്യുന്ന ഖുറാനോ? പോസ്റ്റർ. ഇതില് എഴുതിയിരിക്കുന്നത് ആർക്കെങ്കിലും വായിക്കാൻ കിട്ടോ? Arabic language December 18th. അറബിയിൽ എഴുതിയിരിക്കുന്നത് ആ കാലിഗ്രാഫി ആർക്കെങ്കിലും വായിക്കാൻ കിട്ടോ? അറബിയിൽ എഴുതി മാഷാ അല്ലാഹ്. അതാരാണ് പറഞ്ഞത്? ഒന്ന് സൗണ്ടിലൊന്ന് പേര് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? ഓക്കെ. മാഷാ അല്ലാഹ്. നാഫിക്ക് അത് വായിക്കാൻ കിട്ടിയല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ റസ്ലാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ അത്? ഓക്കെ. മാഷാ അല്ലാഹ്. ബാറക്കല്ലാ. ഇനി നെക്സ്റ്റ് അയാൻ മുഹമ്മദിന്റെ സനഉൽ മുൽസഖാത്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ? മുഹമ്മദിന്റെ അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടായിട്ടില്ലേ? നല്ലയില്ലേ? വരച്ചിട്ട് എഴുതിട്ടൊക്കെ കാണാനല്ലേ? എഴുതിയിട്ട് കാണാൻ നല്ല രസമില്ലേ? കളറൊക്കെ ചെയ്തിട്ട് കാണാനല്ലേ? ഓക്കെ. അതേപോലെ തന്നെ അയാന്റെ ഹുറൂഫ് ഷജർ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. കണ്ടോ? കൊറേ പേര് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണുന്നത്. മരത്തുമ്മു കൊറേ ഇനി കൊറേ പ്രാവശ്യം അത് വരും കേട്ടോ. കൊറേ ആളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർ ചെയ്തതില് നമുക്ക് നോക്കാം എന്തൊക്കെയാ മാറ്റം ഉള്ളതെന്ന് കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് എന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറയും ഇതിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് ചെയ്തത് ആരാന്നുള്ളത്. കൊറേ വരുന്നുണ്ട് ഇതേപോലത്തെ. അപ്പൊ സൂപ്പർ ആയിട്ട് ചെയ്ത ആളെ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ. ആരാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള പറഞ്ഞുതരൂലേ? പറഞ്ഞുതരൂലേ? ഓക്കെ. അപ്പൊ നോട്ട് ചെയ്തോ. ഇനി അടുത്തത് 7th ജന്ന ചെയ്താണ് ഹതൽ അറബിയ. ഇതെന്താന്ന് വായിക്കാന്ന് അറിയോ നിങ്ങൾക്ക്? എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതല്ലേ? ഓക്കെ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? നല്ല ഭംഗിയില്ലേ അത് കാണാന്? ഈ അലിഫ്ലാമൊക്കെ എഴുതിയത് കാണാൻ നല്ല ഇല്ലേ? അല്ലേ? ജമീലല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ലൈക്ക ഫസ്റ്റ് സീലുള്ള ലൈക്ക സനഉൽ മുൽസഖാത്ത് ചെയ്തിട്ട് കണ്ടോ? ആദ്യം വന്നിട്ടുണ്ട്. സനഉൽ മുൽസഖാത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ.
എനിക്കത് ലയിക്കാന്നല്ല. ഷജറത്തുൽ ഹുറൂഫ് ആണ്, സോറി. കണ്ടില്ലേ? അപ്പൊ അടിയില് പെൻസിലാണ്, അപ്പൊ പെൻസിലായിട്ട് ബുക്ക് എഴുതുന്ന അത് അങ്ങനത്തെ ഒരു ട്രീ ആണ് ഉള്ളത് അവളത് അല്ലേ? എനിക്ക് വെച്ചതാ. അതാ അത് ആരെ സ്ക്രീനിൽ പറഞ്ഞിടുന്നേ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. ശ്രദ്ധിക്കണേ കേട്ടോ. ഷജറത്തുൽ ഹുറൂഫ് ആരതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നുള്ള നിങ്ങൾ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു തരണേ. ഇനി അയാൻ ബിൻത് ഷിഹാബിന്റെ ഫസ്റ്റ് സീൽ അയാൻ ബിൻത് ഷിഹാബിന്റെ കിതാബുൽ അറബിയാണ്. അയാൻ എഴുതിയിരിക്കുന്നത് നോക്കുക കേട്ടോ. നിങ്ങള് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ ഹാൻഡ് റൈറ്റ് നോക്കിയ വെരി ഗുഡ് അല്ലേ, സൂപ്പർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റയാൻ ബിൻത് ഷിഹാബിന്റെതും കിതാബുൽ അറബിയാണ്. റയാൻ എഴുതിയത് നോക്കിയേ. റയാൻ എഴുതിയത് എന്താണ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ. സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? മാഷാ അല്ലാഹ്, ബാറക. ഹാജിബലിന്റെ ബിതാഖത്തിൽ തഹീയാണ് നമ്മൾ കാണാൻ പോകുന്ന ഗ്രീറ്റിംഗ് കാർഡ്. നോക്കാം. കണ്ടോ? ഇഷ്ടായോ ഗ്രീറ്റിംഗ് കാർഡ്? സെക്കൻഡ് നിങ്ങളെ ക്ലാസ്സും കൂടി ഒന്ന് ഓർമ്മിക്കണം. റൈഹ ഇതിലില്ലേ? റൈഹ മോൾ ഒറ്റക്കാണോ ഇത് ചെയ്തത്? മാഷാ അല്ലാഹ്, നല്ലോണം ട്രൈ ചെയ്യണം കേട്ടോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം. മറന്നു വിട്ടു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ എന്ത് ചെയ്യും, അത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള വരുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തൊന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഓക്കെ, റഹിഖന്റെ ഒരു സ്റ്റാർ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മുഹമ്മദ് അയാൻ ആണ്. ഫസ്റ്റ് സീലുള്ള കിതാബത്തുൽ അറബിയ ഹാൻഡ് റൈറ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോ. മുഹമ്മദ് അയാൻ കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഓക്കെ, അയാന്റത് ഷജറത്തുൽ ഹുറൂഫും കൂടി ഉണ്ട്. നിങ്ങൾ ഓർമ്മിച്ചു വെച്ച ഷജറത്തുൽ ഹുറൂഫ് നമ്മൾ അടുത്തത് കാണാൻ പോവാണ്. അയാന്റെ ഷജറത്തുൽ ഹുറൂഫ് കണ്ടോ? കണ്ടോ? അയാൻ ഫസ്റ്റ് സീല്. അയാൻ ഇല്ലേ ഇതില്? ഫസ്റ്റ് സീൽ അയാൻ ഇതിലില്ലേ? മാഷാ അല്ലാഹ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ, ഹാൻഡ് റൈറ്റ് ഒക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ബിയിലെ അയാൻ ഇബ്രാഹിമിന്റെ ആണ് നഷീദ. നമുക്കൊന്ന് കേട്ടാലോ? നഷീദ. ബൈത്തി ബൈത്തി തഹ്തൽ വാദി അദബുൻ ഫീഹി വഅബി ഉമ്മി അലാബു ഫീഹി അഫ്റഹു ഫീഹി ഹാദാ ബൈത്തി അൻദഹു ബൈത്തി 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 തഹ്തൽ വാദി അദബുൻ ഫീഹി വഅബി ഉമ്മി അലാബു ഫീഹി അഫ്റഹു ഫീഹി ഹാദാ ബൈത്തി അംദഹു ബൈത്തി. അസ്സലാമു അലൈക്കും. ഓക്കെ, മാഷാ അല്ലാഹ്, അഹ്സൻത, നന്നായിട്ട് പാടിയിട്ടുണ്ട്, ബാറക്കല്ലാഹ്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ വക എന്താണ് അയാൻ ഇബ്രാഹിമിന് ഒരു കുഞ്ഞ് സ്റ്റാർ കേട്ടോ. അതില് ഞാനൊരു കാര്യം പറയട്ടെ. ഇതില് റെഡ് കളർ ഇട്ട് ഒരാള് ഇടത് കൈ കൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. അതാരാണ്?
അസ്സലാമലൈക്കും. ഏത് കൈ കൊണ്ട് കുടിക്കേണ്ടത്? മറന്നുപോയതാണോ? നമുക്കൊന്നും എക്സാമിന് മാത്രം എഴുതിയാ പോരട്ടാ. പിന്നെ നമുക്കൊന്നും തരാതെയാണോ ചായ കുടിക്കുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാരും? എല്ലാരും സ്ക്രീന് കാണാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നോക്കാം. ഇനി നഷ്വ യാസിറിന്റെ ഖത്തൽ അറബിയാണ് നോക്കാം. അത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്താ വായിക്കാൻ കിട്ടുന്നില്ലേ? എന്താണ് എഴുതിയത്? നന്നായിട്ട് എഴുതിയിട്ടുണ്ട് മോളെ. ഇനിയും ഇതേപോലെ തന്നെ എഴുതണം കേട്ടോ. മാഷാ അല്ലാ. ഓക്കെ, ഇനിയോ? ഇനി അടുത്ത ആളത്. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നശീദയും കൂടി കേട്ടാലോ? ഒരു നശീദയും കൂടി കേട്ടാലോ? എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. നോക്കാം. ഇഫ ഷാജഹാന്റെ തേർഡ് ബിയിലെ ഇഫ ഷാജഹാന്റെ പാട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കോ. നശീദ എന്ന് പറഞ്ഞ സോങ് കേട്ടോ. ഓക്കെ. اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن لله لله يعفو آملي لله ولحفظ كتاب الله من أول بسم الله للختم وللرضوان رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن الله الله اللهم اجمعنا بكتابك وانفعنا واجعله لنا حسنا وهدى أبدا وأمان رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن رحمن يا رحمن رحمن يا رحمن. ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാ, അഹ്സൻതി. നല്ല രസമില്ലേ കേൾക്കാന്? എല്ലാവർക്കും ഇഷ്ടായോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടോ ലൈനില്? ആ, ഉണ്ട് അല്ലേ? സ്റ്റാർ കിട്ടൂലേ? സ്റ്റാർ കിട്ടിയ കണ്ടില്ലേ? എന്താ ഉഷാറില്ലാതെ? ചായ കുടിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. സെക്കൻഡ് എയിലെ അലേഹയുടെ സനഉൽ മുൽസഖാത്ത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഇല്ല, സ്ക്രീൻ വന്നിട്ടില്ല. ഇനി സൂം ചെയ്ത്. എന്താണ് സനഉൽ മുൽസഖാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായില്ലേ? എന്താണ് സനഉൽ മുൽസഖാത്ത് എന്ന് പറഞ്ഞാല്? പോസ്റ്റർ. ഓക്കെ, പോസ്റ്റർ കണ്ടില്ലേ? ഇഷ്ടായോ? ഓക്കെ, ടീച്ചർ അതൊന്നും കൂടി ഫുൾ സ്ക്രീൻ ആവാൻ പറ്റും? അത്
താഴെ ആ ഇത് വരുന്നുണ്ടല്ലോ, ടൈം ലൈൻ ഇല്ലാതെ ജസ്റ്റ് അത് ഫോട്ടോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് വീഡിയോ പോലെയാണ്. ഓക്കെ, ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ഒന്ന് മേലോട്ട് നീക്കിയാല് കണ്ടില്ലേ? എല്ലാരും കണ്ടില്ലേ? ഓക്കെ. അലേഹ ഇതിലില്ലേ? അലേഹ വന്നിട്ടില്ലേ? പ്രസന്റ് അല്ലേ? ഓക്കെ, ഒരു നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു പാട്ട് കേട്ടാലോ? നഷീദ കേട്ടാലോ? ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്വരാ البدر علينا من ثنيات الوداع وجب الشكر علينا ماذا لله دا أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دا. السلام عليكم. ഓക്കെ, മാഷാല്ലാ ബാറക്കല്ലാ. ഇതാരാ പാടിയെന്നറിയോ? ഫസ്റ്റ് സീലെ ഉമ്മു കുൽസു. ഫസ്റ്റ് സീലെ ഉമ്മു കുൽസാണ് ഇത് പാടിയത് കേട്ടോ. അതെയോ? ഓ മാഷാല്ലാ. ഉമ്മു കുൽസു വന്നിട്ടില്ലേ? ഇതാ ഉമ്മു കുൽസുന്റെ ഒരു യെല്ലോ സ്റ്റാർ മിസ്സിന്റെ കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ പാടണം കേട്ടോ എല്ലാ പരിപാടിക്കും. ഓക്കെ ഓക്കെ. ഇനി എസ്രിന്റെ കിതാബത്തുൽ അറബി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ വരുവേ. കണ്ടോ? എന്താണ് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ? കൗസറാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അത് എത്രാം ക്ലാസ്സിലെ കുട്ടിയാണ്? ഫസ്റ്റ് ഏലെ കുട്ടി എഴുത്ത് നോക്കിയല്ലേ? എന്ത് രസാ കാണാനല്ലേ? ജമീലല്ലേ? എന്താണ്? ഓക്കെ, പറഞ്ഞോണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ആരുടെ ഇഷ്ടല്ല. ഓ അത് ശരി. ഇനി അടുത്ത എസ്രിന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷജറത്തുൽ ഹുറൂഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആരതാ രസം എന്നുള്ളത് പറയണമെന്ന്, സൂപ്പർ ആയിട്ടുള്ള പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസ്രിന്റെ നോക്കിക്കോ നിങ്ങള്. ഷജറത്തുൽ ഹുറൂഫ് കണ്ടോ? സ്ക്രീൻ കണ്ടോ? എസ്രിന്റെ തന്നെ ഫസ്റ്റ് എസ്രിന്റെ കണ്ടില്ലേ? അടിപൊളിയല്ലേ? അല്ലേ? മാഷാ അല്ലാ ബാറക്കല്ലാ എസ്രിൻ. ഇനി ഇതേപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിലും നിൽക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോവാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അസ്സ ഫാത്തിമ ഫസ്റ്റ് ബിയിലെ അസ്സ സനവുൽ മുൽസക്കാത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. വലൈക്കും അസ്സലാം. നമുക്ക് ഉമർ ഫൈസി ഉസ്താദ് വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഉസ്താദ് ഫ്രീ ആണോ? ഫ്രീ ആണ്. ആൾക്കാർ റെഡിയാക്കുന്നത്. നിങ്ങളുടെ പരിപാടി കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിയും. അല്ല, അതിന്റെ മുന്നേ തീരും. നമുക്ക് സംസാരിച്ചിട്ട് പോകാവുന്നതാണ്. ഇൻഷാ അല്ലാ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ അൽഫറ ഓൺലൈൻ മദ്രസയുടെ അറബിക് ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാലേ, ഡിസംബർ 18 അറബിക് ഡേ, ഇന്റർനാഷണൽ അറബിക് ഡേ. അപ്പോ എന്തിനാണ് ഈ അറബിക് ഡേ ഇങ്ങനെ ആ, ഇതാവുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അറിയൂല അറിയൂല എന്തിനാണ്? ഇല്ല അറിയില്ല. ഓക്കെ, സെലിബ്രേറ്റ് ചെയ്യണം. സെലിബ്രേറ്റ് ചെയ്യണോ? എന്തിനാണ് ഇങ്ങനെ ഒരു ഡേ വെച്ചത്? യുനെസ്കോ അറബി ഭാഷ അംഗീകരിച്ചത്. യുനെസ്കോ പ്രഖ്യാപിച്ചതാണ് എന്ത്? ഡിസംബർ 18 അറബിക് ഡേ എന്നുള്ളത് യുനെസ്കോ പ്രഖ്യാപിച്ച ഒരു ദിവസമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഈ ദിവസത്തിനുണ്ടോ? ഇല്ല ഇല്ല വേറൊരു പ്രത്യേകത, അതെ, വേറൊരു പ്രത്യേകത ഇല്ല. മറിച്ച് ഒരു ലാംഗ്വേജ് എന്നുള്ള നിലക്ക് ഒരു അക്കാഡമിക്, അതിന്റെ ഒരു അക്കാഡമിക്കലി നമ്മൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടുള്ളത്, അല്ലേ? ഇപ്പൊ നമുക്ക് മറ്റുള്ള പല ഭാഷകളെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ അറബി ഭാഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറബി ഭാഷ ഇപ്പൊ ലോകത്തുള്ള ടോപ്പ് ഇന്റർനാഷണൽ ലാംഗ്വേജിലുള്ള 5 ഭാഷകൾ നോക്കിയാൽ അതിലൊന്ന് അറബിയാണ്, അല്ലെ? അതുപോലെ അറബിയാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള, ഏറ്റവും പൂർണ്ണമായ സ്ഥിതിയിലെത്തിയിട്ടുള്ള ഭാഷയും അറബിയാണ്. അതുപോലെ അറബി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിന് അറബി പഠിക്കല് നിർബന്ധമായി മാറും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ്? ഖുർആന് അറബിയാണ്. ഖുർആനിൽ പറയുന്നത് അറബിയാണ്. ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അറബിയിലാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഖുർആന്റെ വ്യക്തമായ മനസ്സിലാക്കുന്നതിനും മറ്റും അറബി പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങള്, നമ്മളെ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ വ്യക്തമായി അറിയണമെങ്കിൽ അറബി പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം? അറബി പഠിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ അറബിനെ ഇഷ്ടപ്പെടണം, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ മദ്രസയിലൊക്കെ അറബിക് ഡേ സെലിബ്രേഷൻ നമ്മൾ എല്ലാവരോടും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അറബിക് ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കുറച്ച് സംസാരിക്കാനായി നമുക്കൊരു മുഖ്യമായ അതിഥി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഉമർ ഫൈസി ഉസ്താദ്. ഉമർ ഫൈസി ഉസ്താദ് ഖത്തറിലെ ഇസ്ലാഹി സെന്ററിലെ ദാഇയാണ്. അദ്ദേഹം അറബി പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം നമ്മുടെ കുട്ടികളുമായി കുറച്ചു നേരം സംസാരിക്കും ഇൻഷാ അല്ലാ. അദ്ദേഹത്തെ ഈ അറബിക് ഡേ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ് ആദരപൂർവ്വം. അസ്സലാമു അലൈക്കും. പ്രോഗ്രാമിലേക്ക് പോവാം. നമ്മളിനി ഹസ്സന്റെ സനവുൽ സാറൊന്ന് പറഞ്ഞോ. അസ്സലാമു അലൈക്കും. ഉസ്താദിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇവിടെ പ്രോഗ്രാമിന് വന്നതിനും, അതുപോലെ നമ്മുടെ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംസാരിക്കുകയും ചെയ്ത ഉമർ ഫൈസി അവർക്ക് ഉസ്താദിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് ദീർഘായുസിനും അതുപോലെ അദ്ദേഹത്തിന്റെ ആഫിയത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത പ്രോഗ്രാമിലേക്ക് കയറാം ഇൻഷാ അല്ലാ. ഇനി ഫസ്റ്റ് ബിയിലെ അസ്സ ഫാത്തിമ സനവുൽ മുൽസക്കാത്താണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ വരുവേ. കാണാനില്ല. 1 മിനിറ്റ് മോനെ, ഇപ്പം വരും. നെറ്റ് പ്രോബ്ലം ആയിക്കൊണ്ടാണ് കേട്ടോ. അത് ഓൾറെഡി കാണിച്ചതാണല്ലോ. വരും വരും വരും.
മിസ് ഇത് ഓൾറെഡി കാണിച്ചതാണ്. വരും അതുണ്ടാവില്ല. മിസ് ഇത് ഓൾറെഡി കാണിച്ചതാണല്ലോ. ഇപ്പൊ വരും മോളെ, 1 മിനിറ്റ് കേട്ടോ. ക്ലിയർ ഇല്ല. കേൾക്കുന്നില്ല മാഡം. മാം ഇത് ഓൾറെഡി കാണിച്ചതാണ്. 1 മിനിറ്റ് നെറ്റ് വർക്ക് പ്രോബ്ലം മോളെ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കണ്ടോ? 1 മിനിറ്റ്. ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയോ? ഓക്കെ, കണ്ടിന്യൂ. അജണ്ട കിട്ടിയോ? പോസ്റ്റർ കണ്ടോ? കാണാം. ഓക്കെ, അതിന് സ്ക്രീൻ ഷെയർ ഒക്കെ കണ്ടില്ലേ? അജണ്ട കണ്ടില്ലേ? ഓക്കെ, മാഷാഅല്ലാ. അസ ഒറ്റയ്ക്ക് ചെയ്തതാണോ ഇത്? അസ കുറച്ച് ഹെൽപ്പ് ചെയ്ത്. ഓക്കെ, എന്നാലും മാഷാഅല്ലാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്വാലിഹ് നൂഹയും തമ്മിലുള്ള സ്വാലിഹ തേർഡിൽ പഠിക്കുന്നത്, അതുപോലെ നൂഹ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ളത്. അവർ രണ്ടാളും കൂടിയിട്ടുള്ള ഒരു ഹിവാറാണ്. ഹിവാർ അറബിയിൽ എങ്ങനെയാ അവര് ഹിവാർ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഹിവാർ എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? എന്താ അറിയില്ലേ ഹിവാർ എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ, വലിയ ക്ലാസ്സിൽ അത് നമുക്കൊന്ന് കേൾക്കാം. കേൾക്കുന്നില്ല? സൗണ്ട് ഇല്ല? 1 മിനിറ്റ്. വോയിസ് ഓൾറെഡി കുറച്ച് സൗണ്ട് ഇല്ലേ? താഴെ വോളിയം ഒന്ന് കൂട്ടി. അത് ഓൾറെഡി കുറച്ച് സൗണ്ട് കുറവുള്ള തന്നെ ആയിരുന്നു. അത് കൂട്ടിയിട്ട് തന്നെ ഉള്ളത്. കൂട്ടാൻ കഴിയില്ല. ഇല്ല. കൂടുന്നുണ്ടല്ലോ നേരത്തെ. അതെ. ഓക്കെ, ഒന്ന് റീപ്ലൈ ചെയ്താൽ നന്നാവും. Okay.
أي صف أنت؟ الصف الواحد. أي صف أنت؟ الصف الثالث. عمرك 4 سنوات. عمرك سنوات. ഓക്കെ, അവരെന്താ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായോ? എന്താ പറഞ്ഞത്? സൗണ്ട് കുറവായിരുന്നു. സൗണ്ട് കുറവായിരുന്നു. അത് ഓൾറെഡി സൗണ്ട് കുറവുള്ളതായിരുന്നു ഇത്, അതാണ്. ഓക്കെ, കേട്ടില്ല? ആരും കേട്ടില്ല? കുറച്ച് സൗണ്ട് കേട്ടു. കേട്ടവർക്ക് ആർക്കെങ്കിലും മനസ്സിലായിനോ? മനസ്സിലായിട്ടില്ല? ടീച്ചർ ഒന്ന് പറഞ്ഞെടുത്തോളൂ കേട്ടോ, അവർക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് എന്താ പേര്, പിന്നെ അതേപോലെ തന്നെ ഏത് മദ്രസയിലാ പഠിക്കുന്നേ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേന്നൊക്കെയാണ് ചോദിച്ചത് കേട്ടോ അവര്. സുഖാണോ അങ്ങനെയൊക്കെ അറബിയിൽ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ടൈം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി വെച്ചേരായിരുന്നു. ടൈം ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പിന്നെ ഒരു ദിവസം കേൾപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. മാഷാ അല്ലാഹ്, മക്കൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അയാൻ ബിൻ ഷിഹാബിന്റെ ഷജറത്തുൽ ഹുറൂഫ് ആണ്. ഷജറത്തുൽ ഹുറൂഫ് നോക്കിയേ, കണ്ടില്ലേ? കണ്ടില്ലേ? സൂപ്പർ അല്ലേ? മാഷാ അല്ലാഹ്. ഇനി റയാൻ ബിൻ ഷിഹാബിന്റെതും ഷജറത്തുൽ ഹുറൂഫ്. എല്ലാരും നോക്കണേ, കുറെ ഷജറത്തുൽ ഹുറൂഫ് വരുന്നുണ്ടേ. എല്ലാരും നോക്കിയേ. ഓക്കെ, ഇനി അടുത്തെടുക്കട്ടെ. റൈഹാന്റെ ഹതൽ അറബിയ കാലിഗ്രാഫി. നേരത്തെ റൈഹ ചെയ്ത ഓരോ വർക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ, കുറെ വർക്ക് ഉണ്ടായിരുന്നു അല്ലെ. റൈഹ ചെയ്ത് കാലിഗ്രാഫി നോക്കി എല്ലാരും. ഹതൽ അറബിയ നോക്കി എല്ലാരും. അടിപൊളിയല്ലേ? എത്രാം ക്ലാസ്സിലാണ്? സെക്കൻഡ് ബിയിലുള്ള റൈഹ ചെയ്തതാണ് ഇത് കേട്ടോ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഇനി നെക്സ്റ്റ് സൻഹ നഷീദ. അല്ല, സൻഹ അല്ല, സഹിന കേട്ടോ. സഹിന 6th പഠിക്കുന്ന സഹനന്റെ നഷീദ ഒന്ന് കേൾക്കാം. പോയോ? സൗണ്ടിലാണല്ലോ ഉള്ളേ. الحق عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 نفديك لنحيا فلسطين فلسطين بلادي نحملها جرحا أو أملا لا 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 رح نبكى فيها اليوم الدين فلسطين بلادي القدس عدكا نحن إلى يافا في غزة نحن قلب جنين الواحد منا يزهر آلافا لن تزبل فينا ورقة تين ما هان الحق عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 نفديك لنحيا يا فلسطين فلسطين بلادي نحملها جرحا أو أملا نتكى فيها اليوم الدين فلسطين بلادي كي تشرق شمسك فوق أمان عيدك وطن النعم ماسينا أحوار النجد منتحدين لن نسكت لن نستسلم لا 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 نفديك لنحيا فلسطين
فلسطين بلادي نحملها جرحا أو أملا لا 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 راح نلقى فيها اليوم الدين فلسطين بلادي. ഓക്കെ മാഷാഅല്ലാ ബാറക്കല്ലാ അഹ്സൻതി നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലേ. ഇവള് പാടി എന്തിനെ കുറിച്ചിട്ടാന്നുള്ള ആർക്കെങ്കിലും അറിയോ? فلسطين. മാഷാഅല്ലാ അത് ആരാ ഫലസ്തീൻ എന്ന് പറഞ്ഞത്? أيان. ഓക്കേ മാഷാഅല്ലാ. ഓക്കെ ഇനി നെക്സ്റ്റ് അയാൻ യാസിറിന്റെ സെക്കൻഡ് ബിയിലെ അയാനിൽ ഇപ്പം സംസാരിച്ചതല്ലേ ബിതാക്കത്തിൽ തഹിയ നോക്കാം നമുക്ക്. ഫസ്റ്റ് പേജ് കണ്ടോ എല്ലാരും? ഗ്രീറ്റിംഗ് കണ്ടോ? എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് ബിയിലെ അയാൻ യാസിർ. ഓക്കെ ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ബിയിലെ അയാൻ സി പി ഷജറത്തുൽ അറബിയ ചെയ്തിട്ടുള്ളത് നോക്കി എല്ലാരും. അയാൻ സി പി ഇതിലില്ലേ? അയാൻ സി പിന്റെ സൗണ്ടേ കേട്ടില്ലല്ലോ. അയാൻ സി പി ഇന്നില്ലേ? വന്നില്ലേ? അയാൻ ആബ്സെന്റ് ആണോ? ഓക്കെ ഇനി നെക്സ്റ്റ് ഒന്ന് എടുക്കാം നമുക്ക്. ദുആ ഷബീബ് ഫസ്റ്റ് ബിയിലെ ഹത്തുൽ അറബിയ. ദുആ ഷബീബ് ഇല്ലേ? ദുആ ഷബീബ് ആബ്സെന്റാ? ദുആ ഷബീബിന്റെ എന്താണ് കാലിഗ്രാഫി എന്താ വായിക്കാന്നുള്ള ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മാഷാഅല്ലാ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ അപ്പൊ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ഇനി ഹിയാം ബിൻത് സലീം ചെയ്ത് സെക്കൻഡ് ബിയിലെ ഷജറത്തുൽ ഹുറൂഫ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഹിയാം ചെയ്തത് കണ്ടോ? കണ്ടോ? ഇഷ്ടായില്ല എല്ലാവർക്കും? ഓക്കെ ഇനി അടുത്തയിലേക്ക് പോവാം. ഇനി നമുക്കൊരു ചെറിയൊരു നഷീദ കേൾക്കാം. ഓക്കെ ആയിഷ ജൻഹയുടെ ഫസ്റ്റ് ഫാത്തിമ ഐറിന്റെ തേർഡ് ബിയിലെ ഫാത്തിമ ഐറിൻ ഷജറത്തുൽ ഹുറൂഫ് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് പിന്നെ ഇയറിൽ അറബിക് ഡേ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയാസ് കിട്ടിയോ എല്ലാവർക്കും? ഈ വർഷം ചെയ്യാത്തവർക്കൊക്കെ ഐഡിയാസ് കിട്ടിയോ? ഓക്കെ ഇൻഷാല്ലാ അതേപോലത്തെ വർക്കുകളാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആയിഷ ജൻഹന്റെ എന്ത് ചെയ്യാം ഫസ്റ്റ് ഇയറില് ഒരു എന്ത് ചെയ്യാം നമുക്ക് പിന്നെ നഷീദ കേൾക്കാം. ഓക്കെ മാഷാഅല്ലാ ഇനി ആയിഷ ജൻഹന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഷജറത്തുൽ ഹുറൂഫ് ഒന്ന് നോക്കാം. ഒന്ന് കണ്ടോ? സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ മാഷാഅല്ലാ ബാറക്കല്ലാ. ഇതേപോലെ ഇനി നെക്സ്റ്റ് ഇയറിലും ചെയ്യണം കേട്ടോ എല്ലാവരും. അബ്ദുൽ ഹാദിന്റെ ഹത്തുൽ അറബിയ നോക്കാം നമുക്ക്. അബ്ദുൽ ഹാദിന്റെ എന്താ വായിക്കിയത്?
അൽഹംദുലില്ലാ. അബ്ദുൽ ഹാദി ക്ലാസ്സിലില്ലേ? അബ്ദുൽ ഹാദി ഇല്ലേ? ഓക്കെ, അബ്ദുൽ ഹാദി ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തയാളെ ലൈക്ക ഖദീജയുടെ ഫസ്റ്റ് ലെനിക്ക ഖദീജയുടെ ഫസ്റ്റ് സീൽ കേട്ടോ. ഷജറത്തുൽ ഹുറൂഫ് നോക്കാം നമുക്ക്. കണ്ടില്ലേ? ഇതേപോലത്തെ കുറെ വന്നിട്ടില്ലേ? മാഷാ അല്ലാ, ബാറക്കല്ലാ. ഇനിയോ ഇഹ്സാൻ ബിൻ ജവാദിന്റെ നോക്കാം. ഷജറത്തുൽ ഹുറൂഫ് തന്നെയാണ് കേട്ടോ. നമ്മള് ലാസ്റ്റത്തെ ഒരു പിക്ചറാണിത്. നോക്കിയെല്ലാരും അടിപൊളിയല്ലേ? ഷജറത്തുൽ ഹുറൂഫ് അടിപൊളിയല്ലേ? ഇഷ്ടായിട്ടില്ലേ? ഓക്കെ, മാഷാ അല്ലാ, ബാറക്കല്ലാ. എല്ലാരും പോയോ? ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടായോ? ഇഷ്ടായോ? പ്രോഗ്രാം ഇഷ്ടായോ? ഇഷ്ടായോ? അപ്പൊ ഇന്ന് ഈ വർഷം കുറെ പേര് ചെയ്തു തന്നില്ലല്ലേ? അവർക്കൊക്കെ ഐഡിയാസ് കിട്ടിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ? മാഡം പറഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് ആറിന്റെ രസല്ലെന്ന് പറയാ. അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത് തന്നെയാണ്. ആരതാണ് ഷജറത്തുൽ ഹുറൂഫ് അടിപൊളിയായിട്ടുള്ളത്? എല്ലാരതും അടിപൊളിയാണല്ലേ? ഒരാളെ വെച്ച് നോക്കുമ്പോ ഓരോരുത്തരെ വെച്ച് നോക്കുമ്പോ അടിപൊളിയാണല്ലേ? അല്ലേ? അവസാനത്തെയാണ് ഇഷ്ടപ്പെട്ടെ? ഓക്കെ, അത് ഓരോരുത്തരും ഇഷ്ടമാണല്ലോ അല്ലേ? ചിലവർക്ക് കളർ ഇഷ്ടാവും, ചിലവർക്ക് എഴുതി ഇഷ്ടാവും. ഓക്കെ മാഷ. ഓക്കെ, അപ്പം മിസ്സിന് എല്ലാരും ഒന്ന് പ്രോമിസ് തന്നെ നെക്സ്റ്റ് ഇയറിൽ എല്ലാവരും അറബിക് ഡേന്റെ നല്ല അടിപൊളിയായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ തരൂ എന്നുള്ളതൊന്ന് പ്രോമിസ് തന്നെ. ഇൻഷാല്ലാ പറഞ്ഞിട്ട് ഇന്നത്തെ അറബിക് ഡേന്റെ എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും ഇഷ്ടായോ? സൂപ്പർ ആയിരുന്നോ കാണാന്? സ്ക്രീന് കാണാന്? ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാ? ഇനി പിന്നെ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കാം കേട്ടോ. അത് മറിയം അനീസ റെഡി അല്ലേ? മറിയം അനീസ് സോറി, അനീസ്. ഓക്കെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറിയം 1 മിനിറ്റ്. മറിയം, ടീച്ചേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശാല ടീച്ചർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ആരുമില്ല. ഓക്കെ, എന്നാ പിന്നെ മറിയം അനീസ് പറഞ്ഞു. Assalamualaikum warahmatullahi wabarakatuh. As we celebrated the World Arabic Day, we enjoyed the talent show by our gifted students, and we also learned the importance of learning Arabic. We organized this event with the great effort of our respected principal, teachers, and parents. I first thank our chief guest, Janab Umar Faizi, for his presence and valuable words. I also thank principal and all our teachers for organizing this event, and thank all the other students and parents for making this event a success. Alhamdulillah. Assalamu alaikum wa rahmatullahi wa barakatuh. Walaikum assalam. Walaikum assalam Maryam Anis. നമ്മളെ സദസ്സ് പിരിയുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്താണ്? സുബ്ഹാനക്കല്ലാഹുമ്മ, എല്ലാരും ഒന്ന് പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹ്. അസ്സലാമു അലൈക്കും. warahmatullahi wabarakatuh.